തണ്ണീർമത്തൻ കഴിച്ച് വീണ്ടും ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. 4 കുട്ടികൾ ആശുപത്രിയിലാണ്. ഛത്തീസ്ഗഡിലെ ജജ്ഗീർ ചമ്പ ജില്ലയിലാണ് സംഭവം. ഗുർഗോഡ് ഗ്രാമത്തിലെ ഒരു കല്യാണ സമയത്താണ് ഈ പ്രശ്നം ഉണ്ടായത്. അവിടെ അമ്മയുടെ സഹോദരൻ്റെ വീട്ടിൽ വന്നതാണ് കുട്ടികൾ. അവിടെ വിവാഹം നടക്കുകയാണ്. അവിടെ തണ്ണീർമത്തൻ വിവാഹ സമയത്ത് അവിടെ പൂളി വച്ചിരുന്നത് ഇവർ കഴിച്ചു. 15 വയസ്സുകാരൻ മരിച്ചു. 4 പേര് പുള്ളിയുടെ കൂടെ കഴിച്ചവരും ഇപ്പോൾ ആശുപത്രിയിലാണ്. അവർ അപകടഘട്ടം തരണം ചെയ്തു എന്ന് വരുന്നുണ്ട്. ഭക്ഷ്യവിഷബാധ ആണ് മരണകാരണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തണ്ണീർമത്തനിൽ നിന്ന് എങ്ങനെയാണ് ഈ വിഷം വരുന്നത്? അത് വലിയ വാർത്തയായിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും തണ്ണീർമത്തൻ ഉപയോഗിക്കുന്നവരാണ്. അതൊരു പ്രത്യേക ലോബിയിങ് അതിൻ്റെ അകത്തുണ്ട്. നേരത്തെ ബോംബെയിലെ ഒരു കുടുംബത്തിൽ 4 പേര്, അപ്പനും അമ്മയും 2 മക്കളും, അവരുടെ വീട്ടിൽ വിവാഹ സദ്യ നടന്നു. അത് കഴിച്ചു പോയവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. രാത്രി 11-12 മണി കഴിഞ്ഞ ശേഷം മാതാപിതാക്കളും ആ കുട്ടികളും തണ്ണീർമത്തൻ ജ്യൂസ് എടുത്ത് കഴിച്ചു. വയറ് നിറയെ അവർ കഴിച്ചിരുന്നു, 3-4 ഗ്ലാസ്. അത് ദാഹം അത്രയും ഉണ്ടായിരുന്നു. അത് പോസ്റ്റ്മോർട്ടത്തിൽ ഒന്നും കണ്ടെത്തിയില്ല. എന്നാലും ഭക്ഷ്യവിഷബാധയാണ് എന്ന് മനസ്സിലായി. ആഹാരം കഴിച്ച് ഹെവിയായിട്ട് കഴിച്ചവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. തണ്ണീർമത്തൻ കഴിച്ച് അവസാനം തണ്ണീർമത്തൻ 2-3 ഗ്ലാസ് കഴിച്ചവർക്കാണ് ആ പ്രശ്നം ഉണ്ടായത്. 4 പേരും മരിച്ചു. ശരീരം അത് സ്വീകരിച്ചില്ല. വിഷാംശം തന്നെ, ബാക്ടീരിയയുടെ പ്രവർത്തനം തന്നെ എന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒക്കെ വന്നു. ഭക്ഷ്യവിഷബാധയെന്ന് പറഞ്ഞു. അതിനുശേഷം ബയോപ്സി, അതിൻ്റെ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടിനകത്ത് വിഷാംശം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു, എലിവിഷം ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു വാർത്ത വന്നു. അതൊരു ലോബിയിങ് ആണോ എന്നൊരു സംശയമുണ്ട്. കാരണം തണ്ണീർമത്തനെ വളരെ വ്യാപകമായി വലിയ ഇൻഡസ്ട്രിയൽ വ്യവസായം പോലെ തന്നെ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളിലുണ്ട്. ധാരാളം പണം മുടക്കി ചെയ്യുന്നവരാണ്. പക്ഷേ എല്ലാ വീടുകളിലും തണ്ണീർമത്തൻ വാങ്ങിക്കും, അത് കഴിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ ഈ കുട്ടിയുടെ മരണത്തോടുകൂടി അവിടുത്തെ സയൻറ്റിസ്റ്റുകളും ഡോക്ടർമാരും കണ്ടെത്തിയ ഒരു വിവരങ്ങൾ, നമ്മൾ വീട്ടിലെ തണ്ണീർമത്തൻ വാങ്ങിച്ച് മുറിച്ചു വെക്കും. ആ സമയത്ത് ഇപ്പോഴത്തെ ചൂട് കാലഘട്ടത്തിൽ അവിടെ ബാക്ടീരിയ പെട്ടെന്ന് അത് മൾട്ടിപ്ലൈ ചെയ്യും. 1 മണിക്കൂർ 2 മണിക്കൂർ, 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ അത് കഴിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നം ഒന്നും ഉണ്ടാകത്തില്ല. 2, 3, 4 മണിക്കൂർ വെളിയിൽ വെച്ചിട്ട് കഴിച്ചാൽ ബാക്ടീരിയ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്ത് അത് നമ്മൾ കഴിക്കുമ്പോൾ വിഷാംശം ചെയ്തും ശരീരം സ്വീകരിക്കാതെ വരും. വോമിറ്റ് ചെയ്യും, ഛർദ്ദിക്കും, നമുക്ക് മലമൂത്ര വിസർജനം തുടരെ ഉണ്ടാവും. അങ്ങനെ അവശനായി നമ്മൾ മരിക്കും. ഇപ്പോൾ ഈ രണ്ടാമത്തെ ഈ ഛത്തീസ്ഗഡിൽ നിന്ന് ഈ വാർത്ത വന്നതോടുകൂടി തണ്ണീർമത്തന് എതിരായി പറഞ്ഞ ആൾക്കാർക്കെല്ലാം വളരെയധികം സോഷ്യൽ മീഡിയയിലൊക്കെ അതും ഇതുമൊക്കെ പലരും പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ തണ്ണീർമത്തൻ തന്നെയാണ് വില്ലൻ എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. കാരണം ഇത് നമ്മൾ വീട്ടിൽ അത് പൂളി അത് വെച്ചാൽ, ഇപ്പോൾ ചൂട് സമയത്ത് അല്പം തണുപ്പ് കിട്ടുന്ന സ്ഥലം അവിടെ ഉള്ള ബാക്ടീരിയയിലെല്ലാം അവിടെ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യും, അവിടെ മുട്ടയിടും. അത് 1 മണിക്കൂർ 2 മണിക്കൂർ 4 മണിക്കൂർ നമ്മൾ കഴിഞ്ഞ് അതെടുത്ത് കഴിച്ചാൽ ആവശ്യത്തിന് ബാക്ടീരിയ വന്നു ശരീരം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നാണ് ഒരു ഫൈൻഡിങ്. മറ്റൊരു കാര്യം അവർ ശ്രദ്ധിച്ചത്, 1 മണിക്കൂർ നമ്മൾ ഈ തണ്ണീർമത്തൻ നമ്മൾ പൂളി വെളിയിൽ വെച്ച് 1-2 മണിക്കൂർ കഴിഞ്ഞ് പിള്ളേർ കഴിച്ചില്ലെങ്കിൽ നമ്മളതെടുത്ത് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കും. പക്ഷേ ഇപ്പം സയൻറ്റിസ്റ്റുകൾ നിരീക്ഷിച്ചത് ഫ്രിഡ്ജ് വെച്ച 3-4 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജ് വെച്ച തണ്ണീർമത്തനിൽ അവിടെ പെട്ടെന്ന് ബാക്ടീരിയ തണുപ്പ് കൂടുതൽ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഫ്രിഡ്ജ് വെച്ചാലും പ്രശ്നമാണ്, അതെടുത്ത് കഴിച്ചാലും ഭക്ഷ്യവിഷബാധ പോലെ വീണ്ടും പ്രശ്നങ്ങളാവും. അതുകൊണ്ട് തണ്ണീർമത്തൻ നമ്മൾ കഴിക്കുന്നെങ്കിൽ അത് പൂളിയ ഉടനെ കഴിക്കുക. അപ്പം പിന്നെ ബാക്ടീരിയ പ്രശ്നങ്ങളൊന്നുമില്ല, അത് ശരീരം അക്സെപ്റ്റ് ചെയ്യും. അത് പൂളി വീട്ടിൽ പല വീടുകളിൽ, നമ്മുടെയൊക്കെ വീടുകളിൽ അത് പൂളി അവിടെ വെക്കും, ആവശ്യക്കാരെടുത്ത് കഴിക്കും. ചിലപ്പോൾ രാവിലെ പൂളി വെച്ചത് വൈകിട്ടാണ് കഴിക്കുന്നത്. അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അത് അല്പസ്വല്പം കഴിച്ചാൽ ശരീരം അവനെയൊക്കെ നശിപ്പിക്കും. പക്ഷേ 1-2 ഗ്ലാസ്സുകൾ ദാഹത്തോടു കൂടി വന്ന് നമ്മൾ എടുത്തങ്ങ് വിഴുങ്ങിയാൽ ഒരു 4 മണിക്കൂർ ഇരുന്നതാണ്
ആ തണ്ണീർമത്തൻ അല്ലെങ്കിൽ അതിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസോ അവിടെ ബാക്ടീരിയ അമിതമായിട്ട് പ്രവർത്തിച്ചിരിക്കും എന്നൊരു ഫൈൻഡിങ് ആണ് ഇപ്പം വന്നിരിക്കുന്നത്. കാരണം പോസ്റ്റ്മോർട്ടത്തിലൊന്നും എന്താണെന്നൊന്നും കണ്ടെത്തില്ല, അതിനെ ബയോപ്സി ചെയ്തെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ എന്നും വാർത്തകൾ വരുന്നുണ്ട്. എങ്കിലും തണ്ണീർമത്തൻ അവിടെ ഒരു കുട്ടികളുടെ മരണത്തിന് കാരണമായി എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബോംബെയിലെ സമാനമായ സംഭവമാണ്. അതുകൊണ്ട് ഇനി ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഇന്ത്യയിൽ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പം പുറത്തു വന്നിരിക്കുന്ന സയൻറ്റിഫിക്കായ നിർദ്ദേശം അനുസരിച്ച് നമ്മളത് പൂളിയാൽ അപ്പോൾ തന്നെ കഴിച്ചേക്കുക. അത് സൂക്ഷിച്ച് വെക്കരുത്. അത് പിടിച്ചിനോട്ട് വെച്ചാലും ശരി, അല്പസ്വല്പം ബാക്ടീരിയ കയറിയതെടുത്ത് 1 മണിക്കൂർ കഴിഞ്ഞ് പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് അത് ഫാസ്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ടാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തണ്ണീർമത്തന് കഴിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ പൂളിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് കഴിച്ച് തീർത്തേക്കുക. പഴയ സാധനം എടുത്ത് കഴിക്കരുത്. അത് നമ്മൾ കളയുന്നതാണ് ഉത്തമം.